നമസ്കാരം. പ്രധാന വാർത്തകൾ. അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു. തെലങ്കാന മുഖ്യമന്ത്രിക്ക് പോലീസ് നോട്ടീസ്. അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ഡൽഹി പോലീസിന്റെ നോട്ടീസ്. റെഡ്ഡിയുടെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത്. തെലങ്കാന കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് പേജിലാണ് വീഡിയോ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി മെയ് 1 രേവന്ത് റെഡ്ഡി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. രേവന്ത് റെഡ്ഡി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണം BJP റദ്ദാക്കുമെന്ന് അമിത്ഷാ പറയുന്ന വ്യാജ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. കടബാധ്യത. ബത്തേരിയിൽ യുവാവ് വിഷം കഴിച്ച് ജീവനൊടുക്കി. പുത്തൻകുന്ന് തീണൂർ ശിവദാസനാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കടബാധ്യതയെ തുടർന്നാണ് യുവാവ് ജീവനൊടുക്കിയത് എന്നാണ് സൂചന. ഞായറാഴ്ച രാത്രി 9:30 വീടിനുള്ളിൽ ശിവദാസനെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടനെ തന്നെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. കൂലിത്തൊഴിലാളിയായ ഇദ്ദേഹത്തിന് 7 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ട്. ഇതിൽ മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. അമ്പലപ്പുഴയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കരുമാടി വടക്കേ പുതുകോടം വീട്ടിൽ പരേതനായ സുകുമാര കൈമളിന്റെയും വിജയകുമാരിയുടെയും മകൻ ഗിരീഷ് കുമാറാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ കരുമാടി ഗുരുമന്ദിരം ജംഗ്ഷനിൽ സ്കൂട്ടറിലെത്തി RO പ്ലാന്റിൽ നിന്നും വെള്ളം ശേഖരിച്ച് മടങ്ങവേ ഗിരീഷിന്റെ സ്കൂട്ടറിൽ ഓട്ടോറിക്ഷയെ മറികടന്നു വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഗുരുതരാവസ്ഥയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മരിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആലപ്പുഴ പുന്നപ്ര സ്വദേശി സൽമാൻ എന്ന സന്ദീപാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5:30 ജയിലിലെ 5-ാം ബ്ലോക്കിലെ ശുചിമുറിക്കുള്ളിലാണ് സന്ദീപിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വേമ്പനാട്ട് കായലിൽ വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി. ആലപ്പുഴയിൽ വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് ഭാഗികമായി വേമ്പനാട് കായലിൽ മുങ്ങി. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. മണൽത്തിട്ടയിൽ ഇടിച്ചതാണ് ഹൗസ് ബോട്ട് മുങ്ങാൻ കാരണമെന്നാണ് നിഗമനം. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 2 വിനോദസഞ്ചാരികളും ബോട്ട് ജീവനക്കാരുമാണ് ഹൗസ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ബോട്ട് പകുതിയോളം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയപ്പോഴേക്കും സമീപത്തുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ഡ്രൈവർമാർ പെട്ടെന്ന് തന്നെ എത്തിയതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. ആലപ്പുഴ സായിക്ക് സമീപത്തെ റിസോർട്ടിൽ നിന്ന് കന്നിട്ട ജെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഹൗസ് ബോട്ടാണ് മുങ്ങിയത്. സിംഗിൾ ബെഡ്റൂമിന്റെ ഹൗസ് ബോട്ടിൽ ജീവനക്കാർ ഉൾപ്പെടെ 5 പേരാണ് ഉണ്ടായിരുന്നത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളും രേഖകളും ഇല്ലാത്ത ബോട്ടാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അധികൃതർ പറഞ്ഞു.